അൺനോൺ നമ്പരാ. ഹലോ ഹലോ ദുവ, ഇത് ഞാനാ. സോറി, ആരാ മനസ്സിലായില്ല. ദുവ, ഞാൻ ശ്രീനാഥാ, മുത്തശ്ശിയുടെ വീടിനടുത്തുള്ള. ആ ശ്രീ, പറയൂ. അല്ല, എന്റെ ഈ നമ്പർ ഇത് എവിടെ നിന്ന് കിട്ടി? അത് മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് കിട്ടിയതാ. ഓ ആണല്ലേ. അല്ല, എന്തേ ശ്രീ ഇപ്പൊ വിളിച്ച? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ദുവ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിങ്ങളൊന്ന് ഫ്രീ ആകുമ്പോൾ ഒരു ദിവസം മുത്തശ്ശിയുടെ വീട്ടിലോട്ടൊന്ന് വരാൻ പറ്റുമോ? എന്താടാ, എന്താ സംഭവം? അതൊക്കെയുണ്ട്, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ പറയാം. എന്താ? ഹലോ ഹലോ, ഷോ കട്ടായല്ലോ. എന്താടി, ആരാ വിളിച്ചേ? അത് ശ്രീ ആടി വിളിച്ചേ. ശ്രീയോ? അവനെന്തിനാ നിന്നെ വിളിച്ചേ? അല്ല, അവനെന്നിട്ട് നമ്പർ എങ്ങനെ കിട്ടി? അത് മുത്തശ്ശി കൊടുത്തതാന്നാ പറഞ്ഞേ. അല്ല, അവൻ എന്തിനാ വിളിച്ചത്? ആവോ അറിയില്ല. ഫ്രീ ആകുമ്പോ ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഞാൻ അപ്പോഴേ പറഞ്ഞേട്ടെ, അവൻ ലോക ഉടായിപ്പാണ്. ഒന്ന് പോയി അവിടെ നിന്ന്. അതൊന്നും അല്ല. പിന്നെ അവൻ എന്തോ പറയാനുണ്ട്. എന്തോ സീരിയസ് മാറ്റർ ആണെന്നാ തോന്നുന്നേ. സംതിങ് ഫിഷി ആണ്. ആണെന്നാ തോന്നുന്നേ. എടി, ഇന്ന് ഫ്രൈഡേ ആണ്. അതെ, നീ അതിനിടയ്ക്ക് മറന്നോ? ഇന്നലെയല്ലേ നമ്മൾ തീരുമാനിച്ച് മുത്തശ്ശിയുടെ അങ്ങോട്ട് പോകാമെന്ന്. ശ്രീ വിളിച്ചത് ഓർമ്മയില്ല? ഓ അതായിരുന്നു. പോകാമല്ലോ, ഈവനിങ് ആവട്ടെ. ശരി. നീ റെഡി ആകുന്നില്ലേ? ഓ, സ്വപ്ന ലോകത്തായിരിക്കും. എടി ദുവാ. എന്താ എടി? എടി, നീ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? നീ എന്നെ ആലോചിച്ചോണ്ടിരിക്കുവാ? റെഡി ആകടി, പോകണ്ടേ? സമയം പോകുന്നു. ആടി. എടി, നീ ഓക്കെ അല്ലേ? അറിയില്ലടി, എന്തോ പേടിയാകും ആ ബുക്കിന്റെ കാര്യം ഓർത്തിട്ട്. എന്തിന്? എന്തോ വരാൻ പോകുന്നതൊന്നും നല്ലതല്ലാത്ത പോലെ തോന്നുന്നു. നീ എന്തൊക്കെയായി പറയുന്നേ? എടി, എനിക്ക് തോന്നുന്നു ശ്രീ എന്തോ ആ ബുക്കിനെ പറ്റി കണ്ടെത്തിയിട്ടുണ്ട്. അവൻ എന്തൊക്കെയോ അറിയാം. അതിനെപ്പറ്റി പറയാനാ നമ്മളെ ഇന്ന് വിളിച്ചതെന്നാ തോന്നുന്നത്. അതിന് നീ ഇവിടെ കിടന്ന് പേടിച്ചിട്ട് എന്താ കാര്യം? എന്നാലും ആദ്യം അവിടെ ഒന്ന് എത്തട്ടെ എന്റെ പൊന്നു ദുവാ. എന്താ തിരുമേനി, അങ്ങ് എന്തിനാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. എന്തായിരുന്നു അത്? അറിയില്ല, ഒരു പൈശാചികമായ സ്വപ്നമായിരുന്നു അത്. ആണോ? ഇനിയും എന്തൊക്കെ ദുരന്തങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും തിരുമേനി? നേരിട്ട് കഴിഞ്ഞതാണ്, ഇനി അതിനുശേഷമുള്ളതാണ് നേരിടേണ്ടത്. മുഴുവൻ പൂച്ച. ഇതൊന്ന് പറിച്ചു കളയണം എന്ന് വെച്ച ആരെയാ വിളിക്കുക? അല്ല, ഇതാരായി വരുന്നേ? ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? എപ്പോഴും മുത്തശ്ശി വിളിച്ചാലല്ലേ ഞങ്ങൾ വരുന്നേ. ഇന്നൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. അതേതായാലും നന്നായി. ആഹാ, ഇതെന്താ രണ്ടാളും പതിവില്ലാതെ? ഇന്ന് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. വെറുതെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാന്ന് കരുതി. അല്ലേടി? ഇല്ലേന്ന്. അതെ. ഓ ആണല്ലേ. എന്തായാലും നിങ്ങൾ വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് കയറി മക്കളെ. എന്റെ ഇതാ വരുന്നു. എന്നാ ശരി, ഞാനൊന്ന് കിടക്കട്ടെ. നിങ്ങൾ ഇനി 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ പോകൂ? ഓ മുത്തശ്ശി, നമ്മളിന്ന് ശ്രീയുടെ വീട്ടിൽ പോയിട്ട് വരാമേ. ശരി മക്കളെ, അത്താഴത്തിന്റെ സമയത്ത് വേണം കേട്ടോ. മുത്തശ്ശി, നമ്മൾ വേഗം വരാം. ഇരുട്ട് മുമ്പെത്തോ, ഉറപ്പ്. സ്നേഹ, ആ ബെല്ലൊന്നടിച്ചേ. ഞാൻ അടിക്കൂല, നീ അടി. അയ്യടാ, ഞാൻ അടിക്കത്തില്ല, നീ അടിക്ക്. പറ്റൂല, നീ അടിച്ചേ പറ്റൂ. എടി, അതൊരു ബെല്ലല്ലേ, വേറൊന്നും അല്ലല്ലോ. ശ്രീ. നിങ്ങളായിരുന്നോ? അകത്തേക്ക് വരൂ. ശ്രീ, ആ ബുക്കിനെ പറ്റി എന്തോ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞേ? എന്താ? അതുവാ, ഞാൻ പറയാം. ആദ്യമായി വീട്ടിൽ വന്നിട്ടൊരു ജ്യൂസോ ചായ തരണമെന്നുണ്ടോ അവന്? എന്റെ പൊന്നു കൊച്ചി, ഒന്ന് മിണ്ടാതിരിക്കും. നേഹ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഈ ബുക്കിനെ പറ്റി അന്വേഷിക്കുമായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഗൂഗിളിലോ വിക്കിപീഡിയയിലോ ഒന്നും എനിക്കൊരു ഡീറ്റെയിൽസും ഇതിനെപ്പറ്റി കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുകയാണ്, എനിക്കൊരു ഫ്രണ്ടുണ്ട്. അവൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ല ഇൻട്രസ്റ്റാണ്.
അപ്പോൾ പണ്ട് അവൻ ഈ ഒരു ബുക്കിനെ പറ്റി അന്വേഷിച്ചിരുന്ന ഒരു PDF എനിക്ക് സെൻഡ് ചെയ്തു. പക്ഷേ എന്തുവായി പറയുന്നേ? ഇത് വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. കുറച്ച് സീരിയസ് ആണ് കാര്യം. ഓ പിന്നെ സീരിയസ് ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടോ? ഒന്ന് മിണ്ടാതിരിക്കടി, അവൻ പറയുന്നൊന്ന് കേക്ക്. ശ്രീനി ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാത്ത കാര്യമൊന്ന് പറ. ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളിതൊന്ന് വായിച്ചു നോക്കൂ. അതെ, നീ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയേ നമ്മുടെ കൂടെ. ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കാതെ. എടാ എനിക്കിപ്പോ എന്തോ ഇറങ്ങാനൊന്നും തോന്നുന്നില്ല. അയ്യടാ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. നീ വന്നേ നമ്മുടെ കൂടെ. വാ വാ. ഞാനെന്തേ പോവാ, നാളെ കാണാം. ഇങ്ങോട്ട് പാടി. നിന്നോട് ഞാൻ ആ നശിച്ച കാട്ടിലേക്ക് പോകരുതെന്ന് പറഞ്ഞതല്ലേ? എനിക്ക് എന്റെ വാക്കുകൾ എങ്ങനെ ധിക്കരിക്കാൻ തോന്നി? ഞാൻ അറിഞ്ഞോണ്ടല്ല, എന്തോ ശബ്ദം കേട്ടപ്പോ നോക്കിയതാ. ഇങ്ങോട്ട് പാടി വീട്ടിലേക്ക്. അയ്യോ മോളെ, എന്താ പറ്റി? നീ എന്താ കരയുന്നേ? അമ്മ ഞാനത് നീ എന്റെ വാക്ക് ധിക്കരിക്കാറായില്ലേ? ഇവൾക്ക് കാട്ടോട് കിടക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? ഇന്നത്തേക്ക് അവിടെ കിടക്കട്ടെ. നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ പറയുന്നത് ഈ അസമയത്തോ? അച്ഛാ പ്ലീസ്, ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല പ്ലീസ്. അയ്യോ മോളെ. അങ്ങ് എന്താണ് ഇവിടെ? ഇത് ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കേണ്ടത്? ഈ രാത്രിയിൽ നീ ഇവിടെ എന്താ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? നിങ്ങൾ പറയുന്നത് പോലെ ഈ കാട് ഭയാനകമായിരിക്കാം, പക്ഷെ അതിലേറെ മനോഹരവുമാണ്. എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. അയ്യോ കുമാര, അത് വേണ്ട, എനിക്ക് പേടിയാ. താനിങ്ങനെ പേടിക്കാതെ, ഞാൻ കൂടെ ഇല്ലേ, വരൂ. അങ്ങോട്ടൊന്ന് നോക്കി.
ആ അമ്മേ. അയ്യോ എന്താ പറ്റി? കുമാര, ഞാൻ അങ്ങയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ് നാറ? ചോദിച്ചാലും. അപ്പോൾ ഞാൻ അന്ന് കണ്ട ഗുഹ അതെന്താണ്? അതാണ് ഹിനാമസ് വാമ്പയേഴ്സുകളുടെ താവളം. നീ എന്ത് സംഭവിച്ചാലും അങ്ങോട്ട് മാത്രം പോകരുത്. അതെന്താ കുമാര? നിനക്കറിയാവുന്നതാണല്ലോ ഹിനാമസ് വാമ്പയേഴ്സുകളെ പറ്റി. അവരുടെ തലവനാണ് വ്ളാഡിമർ. അവൻ അവന്റെ ലക്ഷ്യങ്ങളിലെത്താൻ വേണ്ടി എന്തു ചെയ്യാനും മടിക്കില്ല. ശ്രീ, ഈ ഫോട്ടോയിലുള്ളതാരാ? ഇതാണ് ഗോൾഡൻ വാമ്പയേഴ്സിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന ആദം ബെഞ്ചമിൻ. പിന്നെ കൂടെയുള്ളതാണ് അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ഇനാറ. ആദ്യം സ്നേഹിച്ചിരുന്നതോ? ആ ബുക്ക് ഫുള്ള് ഞാൻ വായിച്ചതാണല്ലോ. ഇവർ ശത്രുക്കളാണെന്നാണല്ലോ അതിൽ പറഞ്ഞത്. അങ്ങനെയാണ് ആ ബുക്കിലെങ്കിൽ നമ്മളിപ്പോ കണ്ടെത്തിയ കാര്യങ്ങൾ അതൊക്കെ എന്താ? ഈ ബുക്കിൽ നിന്ന് ആ പേജുകൾ മിസ്സായിട്ട് കുറേ വർഷങ്ങളാവും. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഇതിനെപ്പറ്റി അന്വേഷിച്ചിറങ്ങിയത്. ഒടുവിൽ ഈ ഫോട്ടോയും വിവരവും എല്ലാം അവന് കിട്ടി. പക്ഷേ ഇവർ സ്നേഹിച്ചിരുന്നെങ്കിൽ എങ്ങനെ ശത്രുക്കളായി? ഇതെങ്ങനെയാ മരിച്ചത്? അതൊക്കെ ഇപ്പോഴും ഒരു മിസ്റ്ററിയായി നിലനിൽക്കുന്നു. അതിനെപ്പറ്റി ആർക്കും വലുതായിട്ടൊന്നും അറിയില്ല. അപ്പൊ ശ്രീ, ഇതൊക്കെയാണോ നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞേ? ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ആ ഫോട്ടോ ഒന്ന് നോക്കിയേ. ആഹാ, നല്ല ഫോട്ടോ. ഇതാര് വരച്ചതാ? ഓഹ്, അയ്യോ അതല്ല. ആ ഫോട്ടോയിൽ ഇനാറെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ നിങ്ങൾ. ഇത് എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയില്ല. പക്ഷെ അതില് ഇനാറെ കണ്ടിട്ട് എനിക്ക് ദുബൈയുടെ ഫേസ് കട്ടുള്ള പോലെ തോന്നി. ശ്രീ, നീ എന്തായി പറയുന്നേ? ഇനാറയും ദുബൈ ഒന്നാണെന്നോ? ആ ശ്രീ, നമ്മൾ ഇറങ്ങട്ടെ. മുത്തശ്ശിയാ വിളിക്കുന്നേ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. നമുക്ക് ഇതിനെപ്പറ്റി പിന്നെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം. ആ ശരി ദുവ, നിങ്ങളെന്നാ ഇറങ്ങിക്കോ. ആ മുത്തശ്ശി, എന്താ ഇന്നത്തെ സ്പെഷ്യൽ? ആ, നിങ്ങളുടെ ഫേവറേറ്റ് പൊറോട്ടയും ബട്ടർ ചിക്കനും. എങ്കിൽ ഞാൻ ഒരു പൊളി പൊളിക്കും. എന്റെ ഈ സൗന്ദര്യത്തെ മുമ്പിൽ ആരാ ഒന്ന് വീഴാത്ത? എന്നിട്ടായി വീഴണ്ടല്ലോ ഈശ്വര. സ്നേഹേ, എന്നാലും ആ ഫോട്ടോ ഹൗ ഇസ് ദാറ്റ് ഈവൻ പോസിബിൾ? എനിക്ക് വേണ്ട ഉറക്കം വരണം. നമുക്ക് ഇതിനെ പറ്റിയൊക്കെ നാളെ സംസാരിക്കാം. ആ, ഇത് വീണ്ടും വന്നോ? വ്ളാഡിമർ, എന്താ അടുത്ത പ്ലാൻ? എന്ത് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നത്? ആദം ഒരിക്കലും മനസ്സിൽ കരുതാത്തൊരു പ്ലാൻ എനിക്കുണ്ട്. ആദം പോലും അറിയാതെയോ? അതെങ്ങനെ? അത് നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് നിനക്ക് മനസ്സിലാകും. നാളെയോ? അടുത്ത ദിവസം നിങ്ങൾക്ക് എന്താ പരിപാടി? ഒന്നും പ്ലാൻ ചെയ്തില്ല. എന്തേലുമൊക്കെ ചെയ്യണം.
എവളെന്താ ഇങ്ങനെ നട്സ് പോയി അണ്ണാരെ പോലെ ഇരിക്കുന്നേ? ഏയ് ഒന്നുമില്ലടി, നിനക്ക് തോന്നിയതാവും. എന്തായാലും ബൈ ദ വേ, നമ്മുടെ ക്ലാസ്സിൽ ഒരു പുതിയ അഡ്മിഷൻ വന്നിട്ടുണ്ടെന്നാ കേട്ടെ. ന്യൂ അഡ്മിഷനാ? ഗേളാ ബോയാ? ഓ ഓഫ് കോഴ്സ് ബോയ്. ഏതോ ചുള്ളൽ ചെക്കനാണെന്നാണ് അറിയത്ത്. കണ്ടവരൊക്കെ ഫ്ലാറ്റ് ആയെന്നാ കേട്ടെ. എന്തായാലും ഞാൻ ക്ലാസ്സിലേക്ക് പോവാ, നിങ്ങളും വാ. എന്നാലും അത് ഏത് ചുള്ളൻ ചെക്കൻ? Oh, sorry. Oh, I'm extremely sorry. Are you alright? Oh, yeah, I'm fine. Do you guys know where the English department is? ഓഹോ, ഇംഗ്ലീഷ് നമുക്ക് അറിയാടോ ഇംഗ്ലീഷൊക്കെ. Turn left, go straight, then when you turn, then front, you will see a black door. Go straight, open, walk towards, then you see English department. Yeah. Oh, okay. Thank you. I will see you guys around then. എന്തു അടി അവനെ പറഞ്ഞേച്ചു പോയി? ആ കർത്താവിനറിയാം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, നമുക്കിന്നൊരു പുതിയ അഡ്മിഷൻ ഉണ്ട്. യു ക്യാൻ കം ഇൻ ആൻഡ് പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. Hello everyone, myself Daniel Henry Philip. Actually, I'm an Anglo-Indian and was raised in America. I'm here for my higher education. Hope we get along. ഈശ്വര, ഇവൻ ആര്? സായിപ്പിന്റെ മോനാ? ഡാനിയൽ, ഗോ ടേക്ക് എ സീറ്റ്. Oh, can I sit here, ladies? Oh, yeah, of course. ഇവൻ ഇവിടെ കെട്ടിയുള്ള വന്നിരിക്കാൻ. ഒന്ന് പതുക്കെ പറ കൊച്ചേ, അവൻ കേക്കും. ഓ പിന്നെ ആ സായിപ്പിന് മലയാളമൊന്നും അറിയില്ലായിരിക്കും. Guys, ഒരു പേന എടുക്കാനുണ്ടോ? സ്നേഹം പോയി, കൊച്ചിന് മലയാളം അറിയാം. ദുബൈക്ക് സ്നേഹിക്കുന്നത് വല്ലാത്തൊരു സർപ്രൈസ് ആവും. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഹായ് ഓൾ, എൻ്റെ പേര് ശ്രീനാഥ് ശങ്കർ. ഇനി മുതൽ ഞാനായിരിക്കും നിങ്ങളുടെ സൈക്കോളജി പ്രൊഫസർ. ഓ ഈ ശല്യത്തെ ഇവിടെ സഹിക്കണോ? സ്നേഹ, നിനക്കെന്താ പറ്റിയേ? ഓ ഒന്നും പറയണ്ട. Hey, leave it. Chill, Sneha. അതേതാ വധൂരി അവരുടെ അടുത്തിരിക്കുന്നേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ സാരൊരു ചുള്ളൻ തന്നെ. സത്യം, എന്നാ ലുക്കല്ലേ കാണാൻ. ഓ ചുള്ളനല്ല കുള്ളൻ. ലുക്കാണ് പോലും. ഡീ സ്നേഹേ, നീ എന്താ ശ്രീനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെയൊക്കെ നോക്കുന്നേ? ആര് എങ്ങനെ നോക്കി? ആര് നോക്കി? ഞാൻ നോക്കിയതാ. പിന്നെ എനിക്ക് വേറെ പണിയില്ല. സംതിങ് ഫിഷി. ഫിഷ് അല്ല, കോഴി. പോയിട്ട് അങ്ങോട്ട്. എന്നാലും ശ്രീ, ഇത് വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. ഇന്നലെ കണ്ടപ്പോ പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ.
അത് ഞാൻ സർപ്രൈസ് ആക്കാൻ എന്ന് വിചാരിച്ചു. ശ്രീ അവിടെ ആരെയാ നോക്കുന്നേ? ഹീനാമ്പേച്ചിക്ക് ഏതാ പുതിയ മരപ്പെട്ടിയെ കൂട്ട് കിട്ടിയേ? ആരെടാ നിന്റെ ഈനാമ്പേച്ചി? നിന്നെ തന്നെ. പിന്നെ ഈനാമ്പേച്ചി ഈനാമ്പേച്ചി എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കണം? നീ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലോ. സ്നേഹ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, യു ആർ ഗെറ്റിംഗ് ഹോട്ടർ. അങ്ങോട്ട് ഡാനിക്കുട്ടനാ? നമ്മളൊന്ന് നേരെ എന്നെ ശ്രീയെന്ന് പോലും വിളിച്ചിട്ടില്ല. എന്നാ ശരി ഗൈസ്, ഞാനപ്പോ ഇറങ്ങുവാ. അപ്പൊ ശരി എന്നാ പ്രൊഫസർ ശ്രീനാഥ് ശങ്കർ, നാളെ കാണാം നമുക്ക്. ബൈ. ടാറ്റ ഈനാമ്പേച്ചി. വന്നോ? ഇപ്പൊ മനസ്സിലായോ ക്രിസ് നിനക്ക് എന്റെ പ്ലാൻ? നിങ്ങളാകട്ടെ കോളേജിലോ? അതെങ്ങനെ ശരിയാവും? അത് മാത്രമല്ല ഉപയോഗിക്കുന്നതിന്റെ ഫേസ് അറിയാമല്ലോ. ഈ ഫേസ് ആണോ പ്രശ്നം? നീ മറക്കുന്നു ക്രിസ് ഞാനൊരു ഹിനാമസ് വാമ്പയർ ആണെന്നുള്ള കാര്യം. ആരും പോലെ. ഹായ് ഗായ്സ്. എടി സ്നേഹ ഒന്ന് വേഗം വന്നേതാ, പിള്ളേർ വെയിറ്റ് ചെയ്യുന്നു. എടി നിക്ക് ഞാൻ ഈ ക്രീം ഒന്ന് ഇട്ടോട്ടെ. ഹായ് ഗായ്സ്, നിങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹ ഇവിടെ എത്തിയിരിക്കുന്നു. സോ ഗായ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എഡിറ്ററും റൈറ്ററും ഒരു വലിയൊരു സോറി പറയാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ എപ്പിസോഡ് ഇട്ടിട്ട് കുറേ നാളായി. ഒരു 2, 3, 5 അല്ല കുറേ ഉണ്ടല്ലോ. ഒരു 9 മാസത്തോളം ആവും. സോ അതിന് ഏറ്റവും വലിയൊരു സോറി പറയാൻ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വക. ഞാൻ ഈ എഡിറ്റർ കൊച്ചിനോട് റൈറ്റർ കൊച്ചിനോട് 100 തവണ പറഞ്ഞു എഡിറ്റ്. ആര് കേൾക്കാൻ, ആരോട് പറയാൻ? എടി അതവർക്ക് പേഴ്സണൽ ഇഷ്യൂസ് ആയതുകൊണ്ടല്ലേ. ഇനി നേരെ എപ്പിസോഡ് ഇടാന്നല്ലേ അവർ പറഞ്ഞേ. ഓ പിന്നെ പേഴ്സണൽ. എന്റെ ഫാൻസ് ഒക്കെ എന്നെ മറന്നു പോയാ എന്തോ. ഒന്ന് പോടി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയാനുണ്ടെങ്കിൽ കമൻ്റ് ഇടാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമുക്കിതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. എഡിറ്റർ ചേച്ചിയും റൈറ്റർ ചേച്ചിയും കടാക്ഷിച്ചാൽ ഉടനെ തന്നെ നമ്മുടെ അടുത്ത എപ്പിസോഡും ഉണ്ടാവുന്നതായിരിക്കും. സോ അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ശരി സ്നേഹി, ടാറ്റ പറ. എന്തായാലും ഗൈസ്, അപ്പോൾ പിന്നെ ശരി എന്നാ നമുക്ക് എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.